കത്തോലിക്ക സഭയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി മുസ്ലിം ലീഗ്. സ്ഥാനാർത്ഥി നിർണയത്തിൽ മതനേതൃത്വം ഇടപെടേണ്ടെന്ന് കോഴിക്കോട് ലീഗ് ജില്ലാ പ്രസിഡന്റ് ഉമർ പാട്ടികശാല. താമരശ്ശേരി രൂപത പെരുമാറുന്നത് വെള്ളാപ്പള്ളി നടേശനെ പോലെയാണെന്നും തിരുവമ്പാടിയിലെ ലീഗ് സ്ഥാനാർത്ഥിയെ മാറ്റില്ലെന്നും ഉമർ മുന്നറിയിപ്പ് നൽകി. മുസ്ലിം ലീഗിന്റെ സിറ്റിംഗ് സീറ്റായ തിരുവമ്പാടിയിൽ ലീഗ് സ്ഥാനാർത്ഥി ഉമർ മാസ്റ്ററെ അംഗീകരിക്കില്ലെന്ന നിലപാട് താമരശ്ശേരി രൂപതാ നേതൃത്വം മുഖ്യമന്ത്രിയെ അറിയിച്ചിരുന്നു. തങ്ങൾക്ക് സ്വീകാര്യനായ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കണമെന്നായിരുന്നു സഭാ നേതൃത്വത്തിന്റെ ആവശ്യം. സഭാ നേതൃത്വത്തിന്റെ ഈ നിലപാടിനെതിരെ രൂക്ഷമായ വിമർശനവുമായി ലീഗ് നേതാക്കൾ രംഗത്തെത്തിക്കഴിഞ്ഞു. തിരുവമ്പാടിയിൽ ലീഗ് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ ഒരു കാരണവശാലും മാറ്റില്ലെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് ഉമർ പാണ്ടികശാല പറഞ്ഞു. സംസ്ഥാന UDF നേതൃത്വം ആവശ്യപ്പെട്ടാൽ പോലും തീരുമാനത്തിൽ നിന്നും പിറകോട്ട് പോകില്ലെന്നും അദ്ദേഹം പീപ്പിൾ TVയോട് പറഞ്ഞു. കോഴിക്കോടിൽ ഞങ്ങൾ ജയിച്ച സീറ്റാ തിരുവമ്പാടി, കൊടുവള്ളി, കോഴിക്കോട് 2. അപ്പോൾ അത് ഇന്നത്തെ സാഹചര്യത്തിൽ അത് ഞങ്ങൾക്ക് വിട്ടുകൊടുക്കാൻ വളരെയേറെ പ്രയാസമുണ്ട്. മാത്രമല്ല നമ്മളവിടെ കാൻഡിഡേറ്റിനെ നിശ്ചയിച്ചും കഴിയും. സഭാ നേതൃത്വം രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത് ശരിയല്ല. സഭാ നേതൃത്വം വെള്ളാപ്പള്ളിയെ പോലെ പെരുമാറരുതെന്നും ഉമർ പാണ്ടികശാല ആവശ്യപ്പെട്ടു. പക്ഷെ അങ്ങനെ ഇപ്പോൾ ഒരു ജാതിയെ നോക്കി സ്ഥാനാർത്ഥികളെ ഓരോ പാർട്ടിയും നിശ്ചയിക്കുക എന്ന് പറഞ്ഞത് ശരിയായ കീഴ്വഴക്കല്ല. സഭാ മേലധ്യക്ഷന്മാർ അങ്ങനെ പറയുന്നതൊട്ടും ശരിയല്ല എന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പം വെള്ളാപ്പള്ളി പ്രസംഗിച്ചതുപോലെ ആവില്ല. തെരഞ്ഞെടുപ്പ് കാലത്ത് മുസ്ലിം ലീഗ് നേതൃത്വവും താമരശ്ശേരി രൂപതയും തമ്മിലുണ്ടായിരിക്കുന്ന ഏറ്റുമുട്ടൽ UDFനെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. PV കുട്ടൻ, കോഴിക്കോട്. വിവരങ്ങളുമായി കുട്ടൻ തന്നെ ചേരുന്നു. കുട്ടൻ, താമരശ്ശേരി രൂപതയെ രൂക്ഷമായി വിമർശിക്കുകയാണ് മുസ്ലിം ലീഗ് ജില്ലാ ഘടകം. വിവരങ്ങൾ. താമരശ്ശേരി രൂപതയുടെ രാഷ്ട്രീയ നിലപാടുകൾക്കെതിരെ അതിരൂക്ഷമായ വിമർശനവുമായി മുസ്ലിം ലീഗിന്റെ ജില്ലാ നേതൃത്വം രംഗത്തെത്തി. നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ മേൽക്കൈ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ച ലീഗിന്റെ നീക്കങ്ങളെല്ലാം പല കോണുകളിൽ നിന്നുള്ള എതിർപ്പുകൾ ലീഗിന് നേരിടേണ്ടി വന്നിരിക്കുകയാണ്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നീക്കമായിട്ട് വേണം നമുക്ക് ഇപ്പോൾ താമരശ്ശേരി രൂപത ലീഗിന്റെ തിരുവമ്പാടിയിൽ ലീഗ് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിക്കെതിരെ ശക്തമായ വിമർശനവുമായി രംഗത്തെത്തിയത്. മുഖ്യമന്ത്രി അടക്കം നേരിട്ട് കണ്ട് ഈ സ്ഥാനാർത്ഥിയെ മാറ്റണമെന്ന് താമരശ്ശേരി രൂപത നേതൃത്വം ആവശ്യപ്പെട്ടിരുന്നു. ഈ നിലപാടിനെതിരെയാണ് രൂക്ഷമായ വിമർശനവുമായി മുസ്ലിം ലീഗ് ജില്ലാ നേതൃത്വം ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. താമരശ്ശേരി രൂപത തെരഞ്ഞെടുപ്പ് കാര്യങ്ങളിൽ, അതായത് രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെടരുത് എന്ന് ലീഗ് ജില്ലാ പ്രസിഡന്റ് ഉമർ പാണ്ടികശാല പീപ്പിൾ TVയോട് പറഞ്ഞു. അതുപോലെ തന്നെ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളാണ് അവരുടെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കേണ്ടത്. അതിൽ സഭാ നേതൃത്വത്തിന് ഇടപെടേണ്ട യാതൊരു കാര്യവുമില്ല. അതുപോലെ വെള്ളാപ്പള്ളി നടേശനെ പോലെ സഭാ നേതാക്കൾ പെരുമാറുന്നതെന്നും തിരുവമ്പാടിയിൽ നിശ്ചയിച്ച സ്ഥാനാർത്ഥി ഒരു കാരണവശാലും പിൻവലിക്കില്ല എന്നും ലീഗ് നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട്. കുട്ടൻ, ഒരു കാര്യം കൂടി, കാരണം തിരുവമ്പാടിയിലെ സ്ഥാനാർത്ഥിയെ ഞങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു, UDF നേതൃത്വം ഇടപെട്ടാൽ പോലും മാറ്റില്ല എന്ന നിലപാടിലേക്കാണ് ലീഗ് എത്തിയിരിക്കുന്നത്. തീർച്ചയായും കോഴിക്കോട് ജില്ലയിലാണ് 3 സീറ്റുകൾ നിലവിൽ മുസ്ലിം ലീഗിനുള്ളത്. കോഴിക്കോട് സൗത്ത്, അതുപോലെ തന്നെ കൊടുവള്ളി, തിരുവമ്പാടി 3 മണ്ഡലങ്ങളിൽ ലീഗ് വിജയിക്കുന്ന മണ്ഡലങ്ങളാണ്. എന്നാൽ ഇതിൽ 2 മണ്ഡലങ്ങളിൽ ആദ്യം മുതൽ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച മുതൽ തന്നെ വലിയ പ്രശ്നങ്ങൾ ഉടലെടുത്തിരിക്കുകയാണ്. കൊടുവള്ളിയിൽ സമീപകാലത്ത് വലിയ രാഷ്ട്രീയ വിഷയങ്ങൾ, ലീഗിനെതിരെ വലിയ പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്. ലീഗിന്റെ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി കാരാട്ട് റസാഖ് മുഴുവൻ പാർട്ടി ഭാരവാഹി സ്ഥാനങ്ങളിൽ രാജിവെച്ചുകൊണ്ട് ലീഗ് സ്ഥാനാർത്ഥിക്കെതിരെ വിമതനായി മത്സരരംഗത്ത് വന്നു. അതിന്റെ ആഘാതം വലിയ രീതിയിൽ ലീഗിനെ ബാധിച്ചിരിക്കുകയാണ്. ആ ഘട്ടത്തിൽ തന്നെയാണ് തിരുവമ്പാടിയിൽ ലീഗ് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിക്കെതിരെ സഭാ നേതൃത്വം രംഗത്ത് വന്നിട്ടുള്ളത്. ആ മേഖലയിൽ സഭയ്ക്ക് സ്വാധീനമുള്ള ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ സഭയുടെ ഈ നിലപാട് മുസ്ലിം ലീഗിന് കനത്ത വെല്ലുവിളിയാകും. എന്നാൽ ഈ ഘട്ടത്തിലും തങ്ങളെടുത്ത തീരുമാനത്തിൽ നിന്നും ഒരു കാരണവശാലും പിന്മാറില്ല എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് ലീഗ് ജില്ലാ നേതൃത്വമുള്ളത്. UDF സംസ്ഥാന നേതൃത്വം ഇടപെട്ടാൽ പോലും തങ്ങൾ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ മാറ്റില്ല എന്ന് ലീഗ് ജില്ലാ പ്രസിഡന്റ് ഉമർ പാണ്ടികശാല പീപ്പിൾ TVയോട് പറഞ്ഞു. കുട്ടൻ, എങ്ങനെയാണ് തിരുവമ്പാടിയിലെ ഒരു സാമുദായിക സന്തുലിതാവസ്ഥ എങ്ങനെയാണ്? എവിടെയൊക്കെയാണ്, ഏതെല്ലാം മേഖലകളിലാണ് സഭയ്ക്ക് സ്വാധീനമുള്ളത്? ഒപ്പം ലീഗിന് ഏതെല്ലാം പ്രദേശത്താണ് കൂടുതൽ സ്വാധീനമുള്ള മേഖലകൾ? തിരുവമ്പാടി മേഖലയുടെ നമുക്കറിയാം, കോഴിക്കോടിന്റെ മലയോര പ്രദേശമാണ്. താമരശ്ശേരി രൂപത ഉൾക്കൊള്ളുന്ന പ്രദേശങ്ങൾ ഈ മണ്ഡലത്തിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ മണ്ഡലത്തിന്റെ പല ഭാഗങ്ങളിലും രൂപതയ്ക്ക് വലിയ സ്വാധീനമുള്ള പ്രദേശങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ തങ്ങൾ ആഗ്രഹിച്ച സ്ഥാനാർത്ഥിയെ നിർത്തണം എന്ന തരത്തിലുള്ള ഒരു നിലപാട് സഭാ നേതൃത്വം സ്വീകരിച്ചതും. ഇക്കാര്യം നേരത്തെ തന്നെ അവർ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള നേതാക്കളെ നേരിൽ കണ്ട് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിനു മുമ്പ് തന്നെ
തിരുവമ്പാടിയിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. ഇതിൽ വലിയ അപാകതകൾ വന്നിട്ടുണ്ടെന്നാണ് പൊതുവിൽ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നത്. UDF നേതൃത്വം അടക്കം അത്തരമൊരു വിലയിരുത്തലാണ് നടത്തിയിരിക്കുന്നത്. കാരണം മറ്റ് രാഷ്ട്രീയ പാർട്ടികളൊക്കെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പും ഉഭയകക്ഷി ചർച്ചകളടക്കം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ലീഗ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് UDF-നകത്ത് വലിയ അസ്വസ്ഥതകൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. ഏതായാലും തിരുവമ്പാടി സീറ്റ് മുസ്ലിം ലീഗ് വിട്ടുകൊടുത്ത് മറ്റൊരു സീറ്റ് ലീഗിന്, തിരുവമ്പാടി സീറ്റ് കോൺഗ്രസിന് വിട്ടുകൊടുത്ത് മറ്റൊരു സീറ്റ് ലീഗിന് നൽകാമെന്നുള്ളൊരു ധാരണയടക്കം അത്തരമൊരു ധാരണയടക്കം ഇപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ട്. എന്നാൽ അതിനൊന്നും വഴങ്ങില്ല എന്ന കടുത്ത നിലപാടാണ് മുസ്ലിം ലീഗിന്റെ ജില്ലാ നേതൃത്വത്തിൻ്റെത്. കോഴിക്കോട്ട് നിന്നും PV കുട്ടൻ. മറ്റു വാർത്തയിലേക്ക്. കൊട്ടാരക്കരയിൽ RSS പ്രവർത്തകർ പോലീസുകാരെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ പീപ്പിൾ പുറത്തുവിടുന്നു. CI ഉൾപ്പെടെയുള്ള പോലീസുകാർക്ക് അതിക്രമത്തിൽ പരിക്കേറ്റു. സ്റ്റേഷനും 3 പോലീസ് ജീപ്പുകളും അക്രമികൾ അടിച്ചു തകർത്തു. സംഭവത്തെ തുടർന്ന് കൊട്ടാരക്കര താലൂക്ക് പ്രചാരക് ബിനീഷ് പോലീസ് പിടിയിലായി. വിവരങ്ങളുമായി ഇപ്പോൾ കൊല്ലത്ത് നിന്നും രാജ്കുമാർ ചേരുന്നു. രാജ്കുമാർ, എന്താണ് പ്രകോപനം RSSകാരുടെ? ഇന്നലെ രാത്രി കൊട്ടാരക്കര അവണൂർ വെച്ചാണ് സംഭവങ്ങളുടെ തുടക്കം. 3 പേർ ബൈക്കിൽ, RSS പ്രവർത്തകരായ 3 പേർ ബൈക്കിൽ വരികയായിരുന്നു. ഇത് കണ്ട് പോലീസ് ഇവരെ ഓവർലോഡ് എന്നുള്ള ആരോപിച്ചുകൊണ്ട് അവരെ തടഞ്ഞു നിർത്തി. ഫൈൻ ഈടാക്കാൻ ശ്രമിക്കുന്നതിനിടെ പോലീസിനെ അസഭ്യം പറയുകയും സംഘർഷം ഉണ്ടാക്കാൻ ശ്രമിച്ചു. ഇതിനെ തുടർന്ന് അതിൽ വിനീഷ് എന്ന കൊട്ടാരക്കര താലൂക്ക് പ്രചാരക്, ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് പോലീസ് സ്റ്റേഷനിലേക്ക്, കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയായിരുന്നു. തൊട്ടു പിന്നാലെ ഒരു 10ഓളം വരുന്ന സംഘം ഇയാളെ വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ട് അവിടെ വന്ന് അസഭ്യവർഷം ചൊരിഞ്ഞു. തുടർന്ന് പോലീസുമായി ഏറ്റുമുട്ടാൻ ഒരുങ്ങിയായിരുന്നു. ഇവർ മടങ്ങിപ്പോയി. കൂടുതൽ പേർ, 50ഓളം പേരെ സംഘമായി മടങ്ങിയെത്തിയാണ് സ്റ്റേഷൻ നേരെ ആക്രമണം അടിച്ചുവിടുന്നത്. CI ഇത് അന്വേഷിക്കാൻ പോയ CIയുടെ ജീപ്പ് ഇരുമ്പ് കമ്പി കൊണ്ട് അടിച്ച് തകർത്തു. ഹെഡ്ലൈറ്റും തകർന്നിട്ടുണ്ട്. ബോണറ്റ് ഉൾപ്പെടെയുള്ള പോലീസ് ജീപ്പിന്റെ ജനാല ചില്ലുകൾ ഉൾപ്പെടെ തകർന്നു പോയിട്ടുണ്ട്. CIക്ക് പരിക്കേറ്റിട്ടുണ്ട്. കുണ്ടറ SIക്കും ഇതിൽ കല്ലേറിൽ പരിക്കേറ്റിട്ടുണ്ട്. 3 പോലീസ് ജീപ്പുകളാണ് ഈ RSS അക്രമി സംഘം തകർത്തത്. ഇത് പോലീസ് സ്റ്റേഷന് മുന്നിൽ കിടന്ന ജീപ്പുകളാണ്. പോലീസ് സ്റ്റേഷന് നേരെയും ആക്രമണം ഉണ്ടായി. അത് ജനാല ചില്ലുകളെല്ലാം കല്ലേറിൽ തകർന്നു. കൂറ്റൻ പാറക്കല്ലുകൾ ഉപയോഗിച്ചായിരുന്നു ഇതിൽ ഇവർ ആക്രമണം നടത്തിയത്. 6 പോലീസുകാർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. രാജ്കുമാർ, CI SI ഉൾപ്പെടെ 3 പോലീസുകാർക്ക് ഗുരുതര പരിക്ക്. RSS കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അവിടെ അതിക്രമങ്ങൾ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം 4 DYFI പ്രവർത്തകരെ വെട്ടിപ്പരിക്കേൽപ്പിച്ച വാർത്തയുണ്ടായിരുന്നു. എന്താണ് ഇവർക്കെതിരെ കർശന നടപടി ഉണ്ടാവാത്തത്? ഈ കൊട്ടാരക്കര റൂറൽ, അത് മാത്രമല്ല, ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഈ അക്രമികളെ മുഴുവനും പോലീസ് തിരിച്ചറിഞ്ഞിട്ടും ഇവരെ പിടികൂടാനുള്ള യാതൊരു നീക്കവും നടത്തുന്നില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇത്രയും വലിയൊരു പോലീസ് സ്റ്റേഷൻ ആക്രമണം നടന്നു എന്ന നിലയിൽ വളരെ കൃത്യമായി തന്നെ അത് എല്ലാവരും പൊതുസമൂഹം മനസ്സിലാക്കിയ ഒരു സാഹചര്യത്തിൽ പോലും കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിൽ അവിടെ 2-3 പോലീസുകാരല്ലാതെ മറ്റ് പോലീസുകാരൊന്നും ഇല്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ അവിടെ വരുത്തുകയോ സേനയെ വരുത്തുകയോ അത്തരം കാര്യങ്ങളൊന്നും ഇതുവരെ പോലീസ് ചെയ്തിട്ടില്ല. അവിടെ നടപടിയെടുക്കാനും മുതിർന്നിട്ടില്ല. SP രാവിലെ കൊട്ടാരക്കര റൂറൽ SP ഇത് ഇടപെട്ടുകൊണ്ട് കൂടുതൽ നീക്കങ്ങളൊന്നും വേണ്ട, പറഞ്ഞിട്ട് ചെയ്താൽ മതി എന്ന് പോലീസ് ഇതിലെ ഉദ്യോഗസ്ഥരെ, CI SI ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്ക് വിലക്ക് ഏർപ്പെടുത്തിയെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. RSS BJPയുടെ ഉന്നത കേന്ദ്രങ്ങളിൽ നിന്നുള്ള ഇടപെടലാണ് ഇതിന് പിന്നിലെന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇത്രയും വലിയൊരു സംഭവം ഉണ്ടായിട്ട് ഈ നിമിഷം വരെ 2 പേർ മാത്രമാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അത് ഇന്നലെ രാത്രി ഇതിൽ ബൈക്കിലെത്തിയ ഒരാളും മറ്റൊരാൾ ഓടിപ്പോകുന്നതിനിടെ ഒരാളെയും പോലീസ് പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു. മറ്റാരെയും പോലീസിന് പിടികൂടാൻ ആയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. കൊട്ടാരക്കര, അതായത് കൊല്ലം റൂറൽ SP ഓഫീസ് അല്ലെങ്കിൽ റൂറൽ SP ഓഫീസിന്റെ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ RSS ആക്രമണം നടക്കുന്നത്. നിഷ്ക്രിയമായ ഒരു പോലീസ് സംവിധാനമാണ് കൊട്ടാരക്കര റൂറൽ കേന്ദ്രീകരിച്ച് ഉള്ളതെന്നുള്ള ആക്ഷേപം നേരത്തെ മുതലേ കോൺഗ്രസും CPIM ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിച്ചു വരികയാണ്. അത്രമാത്രം RSS സംഘം വിലസുന്ന ഒരു കാഴ്ച. അത് നമുക്ക് ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 4 പേർക്ക് കഴിഞ്ഞ ദിവസം വെട്ടേറ്റിരുന്നു. ഇതിനു മുമ്പ് കൊട്ടാരക്കര റൂറൽ പോലീസ് മേഖല കേന്ദ്രീകരിച്ച് RSSന്റെ ഒരു അഴിഞ്ഞാട്ടം അത് തടയിടാൻ ഇതുവരെ പോലീസിനായിട്ടില്ല. കഴിഞ്ഞ ആഴ്ച മണൽക്കടത്ത് കൊട്ടാരക്കര SI തടയാൻ ശ്രമിച്ചിരുന്നു. അതിലും RSS പ്രവർത്തകരാണ് മണൽ മാഫിയയ്ക്ക് സഹായമായി രംഗത്തെത്തിയത്. ഇതിനെ തുടർന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് പ്രശ്നമുണ്ടാവുകയും ഒത്തുതീർപ്പ് ഉണ്ടാക്കി വിടുകയും ചെയ്തിരുന്നു. ഇതിന്റെ ബാക്കി പത്രമാണ് ഇന്നലെ രാത്രി. അതിന്റെ പ്രകോപനമാണ് ഈ RSSന്റെ ആക്രമണത്തിന് പിന്നിലെന്നാണ് ഇപ്പോൾ പറയുന്നത്.
രാജ്കുമാർ, അതായത് മണൽ മാഫിയയുമായി ബന്ധപ്പെട്ട് അവിടെ RSS വളരെ സജീവമാണ്. ഒരുതരം ഗുണ്ടാ പ്രവർത്തനം എന്ന് വേണമെങ്കിൽ പറയാം. മണൽ മാഫിയയെ സംരക്ഷിക്കുക എന്ന ഉത്തരവാദിത്തമാണ് അവിടെ RSS നിറവേറ്റുന്നത്. അതിനെ ചോദ്യം ചെയ്താൽ ഉടനെ പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുക, അവരെ പിടികൂടിയാൽ ഉടനെ SIയെ ആക്രമിക്കുക, ഇത്തരം ജനവിരുദ്ധ നടപടികളുമായി മുന്നോട്ട് പോവുകയാണോ അവിടുത്തെ RSS നേതൃത്വം? എന്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളിൽ ഉന്നത പോലീസ് ഇടപെടലുകൾ ഉണ്ടാവാത്തത്? ഇതില് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇതിൽ കൈക്കൂലി പ്രശ്നങ്ങൾ. രണ്ട്, ഈ RSSുമായിട്ടുള്ള ഒരു സമരസം. ഇവിടെ CPIM എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ വേട്ടയാടുന്നതിൽ ഒരേ നിലയിൽ പങ്കുവഹിക്കുന്നവരാണ് പോലീസും RSSും. പലതരത്തിലുള്ള ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങളാണ് പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്, RSSന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. ഇതിനെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ CPM പ്രവർത്തകരെ പലതരത്തിലുള്ള കേസുകൾപ്പെടുത്തി ജയിലിൽ അടയ്ക്കുന്നതല്ലാതെ അക്രമികാരികളായിട്ടുള്ള RSSനെതിരെ ചെറുവിരൽ അനക്കാൻ പോലും ഇതിൽ പോലീസ് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഇതിൽ വിലയിരുത്തപ്പെടേണ്ടുന്നത്. ചൂണ്ടിക്കാട്ടിയതുപോലെ മണൽ മാഫിയ ഉൾപ്പെടെ എല്ലാ തരം ഈ നിയമവിരുദ്ധമായ കാര്യങ്ങൾക്കും ഇന്ന് RSS മുൻപന്തിയിൽ നിൽക്കുന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണങ്ങളും അതിനെ തുടർന്നുണ്ടായ സംഭവ പരമ്പരകളുമാണ് ഇപ്പോൾ കൊട്ടാരക്കര പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിൽ കലാശിച്ചത്. സമീപ ഭാവിയിൽ ഒരു 10 വർഷം ഇങ്ങോട്ടെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷൻ ആക്രമണം എന്നൊക്കെ പറയുന്നത് അത് നക്സലേറ്റ് പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് മാത്രം കേട്ടിരുന്ന ഒന്നാണ്. അതിപ്പോൾ വളരെ കൃത്യമായി തന്നെ ഇരുമ്പ് ദണ്ടുകളും അതുപോലെ മാരകായുധങ്ങളും കല്ലും ഉപയോഗിച്ചായിരുന്നു കൊട്ടാരക്കര പോലീസ് സ്റ്റേഷന് നേരെ RSS ആക്രമണം അഴിച്ചുവിട്ടത്. രാജ്കുമാർ, നമ്മൾ പുറത്തുവിടുന്ന ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ് അക്രമികളുടെ വെല്ലുവിളിയും അവരുടെ ആക്രമണങ്ങളും. പക്ഷേ ഇവർക്കെതിരെ 2 പേരെ മാത്രം അറസ്റ്റ് ചെയ്തുകൊണ്ട് കേസ് ഒതുക്കാനുള്ള ഒരു നീക്കം നടക്കുന്നു എന്ന് നമുക്ക് അനുമാനിക്കാൻ കഴിയുമോ? ഹരി, അതിലൊരു കാര്യം, ഇന്നലെ ഈ 2 പേരിൽ ഒരാൾ ഈ ബൈക്കിൽ സഞ്ചരിച്ചിരുന്ന വ്യക്തിയും മറ്റൊരാൾ ഈ ആക്രമണത്തിന് ശേഷം ഓടാൻ ശ്രമിച്ചപ്പോൾ പിന്തുടർന്ന് പോലീസ് പിടികൂടുകയും ചെയ്തതാണ്. 2 പേരെ മാത്രമേ അങ്ങനെ കിട്ടിയിട്ടുള്ളൂ. പോലീസ് പറയുന്നത് ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് മാത്രമാണ് പറയുന്നത്. അതേസമയം ഇങ്ങനെ ഒരു പ്രശ്നം നടന്ന സാഹചര്യത്തിൽ കൂടുതൽ പോലീസോ അല്ലെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥരോ കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിൽ എത്തുകയോ എന്തൊന്ന് അന്വേഷിക്കാൻ പോലും ഈ നിമിഷം വരെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. സാധാരണഗതിയിൽ ഇത് കണ്ണൂരോ മറ്റുമാണ് ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ അതിന്റെ പിന്നിൽ ഇടതുപക്ഷമാണ് എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ തീർച്ചയായും ഒരു കേന്ദ്രസേന ഉൾപ്പെടെയുള്ള വൻ സംഘം ഈ പോലീസ് സ്റ്റേഷനിൽ എത്തിയേനെ. അതേസമയം ഇവിടെ RSSകാരായതുകൊണ്ട് തന്നെ പോലീസിനും ഒരു ഭയമുണ്ട്. കേന്ദ്രം ഭരിക്കുന്നത് അവരായതുകൊണ്ട് തന്നെ പോലീസും അക്കാര്യത്തിൽ ഒരു ചെറിയ വിട്ടുവീഴ്ച മനോഭാവത്തോടുകൂടി ഈ കേസ് ഒതുക്കി തീർക്കാനും നിസാരവൽക്കരിക്കാനുമുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. രാജ്കുമാർ, ഏത് മേഖല കേന്ദ്രീകരിച്ചാണ് ഈ മണൽ മാഫിയ സംഘങ്ങൾ ഏറ്റവും കൂടുതൽ സജീവമായിട്ടുള്ളത്? ഈ കൊട്ടാരക്കരയിലെ ഈ കല്ലടയാറ് അതുപോലെ അതിന്റെ സമീപ പ്രദേശങ്ങൾ അവണൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലാണ് ഇതിന്റെ ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അനധികൃത മണലൂറ്റല് പലതവണ കൊട്ടാരക്കര SIയും പോലീസും ഉൾപ്പെടെയുള്ള നടപടി സ്വീകരിക്കാൻ ശ്രമിച്ചിരുന്നു. ആ സമയത്തെല്ലാം തന്നെ ഇതിൽ ഇടപെട്ടിരുന്നത് RSS പ്രവർത്തകരാണ്. പ്രധാനമായി ഇപ്പോൾ മണലൂറ്റിൽ ചിലരെങ്കിലും ഏർപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന സൂചന. കഴിഞ്ഞ ആഴ്ച ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിൽ മണലൂറ്റ് മണൽക്കടത്ത് തടയാൻ ശ്രമിച്ച SIയെ അസഭ്യം പറയുകയും ആക്രമിക്കാൻ ഒരുങ്ങി തിരികെ SI അതിൽ ഒരു RSS പ്രവർത്തകനെ മർദ്ദിച്ചിരുന്നു. അത് സ്റ്റേഷനിൽ വെച്ച് ഒത്തുതീർപ്പാക്കിയാണ് പിരിഞ്ഞത്. അതിന്റെ തൊട്ടു പിന്നാലെയാണ് ഇന്നലെ രാത്രി ഉണ്ടായ സംഭവം. 3 പേർ ബൈക്കിൽ സഞ്ചരിച്ചു. അവണൂരിൽ വെച്ച് പോലീസുകാരൻ തടഞ്ഞു നിർത്തി. അതിനെ തുടർന്നാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കൊട്ടാരക്കര പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിൽ കലാശിച്ചിരിക്കുന്നത്. ഇത് മുഴുവനും ചൂണ്ടിക്കാണിക്കുന്നത് RSSന്റെ ഭീകരതയും അതുപോലെ RSS എന്ത് അക്രമത്തിനും തയ്യാറാകുന്ന ഒരു സംഘടനയാണ്, അല്ലെങ്കിൽ BJP അതിന് കൂട്ടുനിൽക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഈ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. രാജ്കുമാർ, എന്താണ് ഈ 3 പേരെ തടഞ്ഞു നിർത്താൻ പോലീസ് നൽകുന്ന വിശദീകരണം എന്താണ്? അവർ ഏത് തരത്തിലാണ് സഞ്ചരിച്ചിരുന്നത്? 3 ഓവർലോഡ് കയറി വന്നതിന്റെ പേരിൽ മാത്രമാണോ തടഞ്ഞു നിർത്തിയത്, അതോ ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ പോലീസിന് ഉണ്ടായതിന്റെ ഭാഗമായിട്ടാണോ ഇവരെ തടഞ്ഞത്? പോലീസിന്റെ ഭാഷ്യമനുസരിച്ച് അവണൂരിൽ രാത്രി 3 പേർ ഒരു ബൈക്കിൽ വരുന്നത് കണ്ട് ഓവർലോഡ് എന്ന നിലയിൽ മാത്രം ട്രാഫിക് നിയമം ലംഘിച്ചു എന്നുള്ളത് ചൂണ്ടിക്കാട്ടിയാണ് പോലീസ് ഇവരെ തടഞ്ഞു നിർത്തിയത്. ഇവരെ വിട്ടയക്കണം, തങ്ങൾ RSS പ്രവർത്തകരാണ് എന്ന് പറഞ്ഞപ്പോൾ പോലീസ് നിയമം എല്ലാവർക്കും ബാധകമാണ് എന്ന് പറഞ്ഞ് അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർ ഇവർക്ക് ഫൈൻ ഈടാക്കാൻ ശ്രമിക്കുകയായിരുന്നു. തുടർന്ന് അസഭ്യവർഷം ചൊരിഞ്ഞു എന്നാണ് പോലീസ് ആരോപിക്കുന്നത്. എന്തായാലും ശരി തന്നെ
ഇതിലെ ഒരാളെ ബിജീഷ് എന്ന ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു, സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു. ഇയാളെ വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ടാണ് കുറച്ചേറെ RSS പ്രവർത്തകർ വീണ്ടും എത്തിയത്. അവിടെ പോലീസിന് നേരെ അതിരൂക്ഷമായ അസഭ്യ വർഷം കൊണ്ട് പോലീസുകാർ ചെവി പൊത്തിപ്പോയി എന്നുള്ളതാണ് അവിടുത്തെ പോലീസുകാർ തന്നെ നമ്മളോട് ഇന്ന് രാവിലെ അവര് അനുഭവം പങ്കുവച്ചത്. ആ നിലയിലുള്ള അസഭ്യ വർഷമായിരുന്നു. പോലീസിന് ആ ഭയപ്പാടോടുകൂടിയാണ് പോലീസ് മാറി നിന്നത്. അതിനുശേഷമാണ് സംഭവം അറിഞ്ഞ CI അന്വേഷിക്കാൻ പോയപ്പോഴാണ് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിന്റെ സമീപത്ത് വെച്ചായിരുന്നു RSS പ്രവർത്തകർ CIയുടെ ജീപ്പ് ആക്രമിച്ചത്. തുടർന്ന് പോലീസ് സ്റ്റേഷന് നേരെയും രണ്ടാമതാണ് പോലീസ് സ്റ്റേഷന് നേരെയും ആക്രമണം ഉണ്ടാകുന്നത്. 3 ജീപ്പുകളാണ് ആക്രമണത്തിൽ തകർന്നിരിക്കുന്നത്. പോലീസ് സ്റ്റേഷന്റെ ജനാല ചില്ലുകളും കല്ലേറിൽ തകർന്നിട്ടുണ്ട്. രാജ്കുമാർ, കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിന് സമീപം വെച്ച് CIയെ ആക്രമിച്ചതിന് ശേഷം ഇവർ സംഘടിതരായി എത്തുകയായിരുന്നു, അതോ അവിടെ കൂടിയിരുന്നവർ ആക്രമിക്കുകയായിരുന്നു? എങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി? കാരണം CIയെ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിന് അവിടെ വെച്ച് ആക്രമിക്കുന്നു. അതിനുശേഷം എത്ര സമയം കഴിഞ്ഞിട്ടാണ് ഈ സംഘടിത ആക്രമണം ഉണ്ടാകുന്നത്? നമുക്കറിയാം, ആരാധനാലയങ്ങൾ ഇന്ന് പലതും ആയുധപ്പുരകളാണ് എന്ന ആക്ഷേപവും പരാതിയും ഒക്കെ നിലനിൽക്കുന്നു. കോടതി തന്നെ ഇടപെട്ട സാഹചര്യങ്ങൾ പലതുമുണ്ട്. ആക്രമണത്തിന് ശേഷം ഇവര് നേരെ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിനുള്ളിലേക്ക് ചെന്ന് ഓടി മറയുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. രാത്രി ക്ഷേത്രമായതുകൊണ്ട് മാത്രമാണ് പോലീസ് അതിനുള്ളിലേക്ക് പ്രവേശിക്കാതിരുന്നതെന്നും അതത് പിന്നീട് വിവാദമാകുമെന്നുള്ള ഭയന്നാണ് ഉള്ളിലേക്ക് അക്രമികളെ പിന്തുടർന്ന് പിടികൂടാൻ സാധിക്കാതിരുന്നതുമെന്നാണ് കൊട്ടാരക്കരയിലെ പോലീസ് പറയുന്നത്. എന്തായാലും ശരി തന്നെ, ആക്രമണത്തിന് ആര് ചോദിച്ചതുപോലെ തന്നെ കൊട്ടാരക്കര പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുന്നു. സംഭവം പറഞ്ഞ് CI ആ സ്ഥലത്തേക്ക് അന്വേഷണത്തിന് പോകുമ്പോഴാണ് പോലീസ് ജീപ്പ് കണ്ട ഉടൻ തന്നെ ഇരുമ്പ് കമ്പികൾ ഉപയോഗിച്ച് പോലീസിന്റെ വാഹനം മുഴുവനും അടിച്ചു തകർക്കുന്നത്. ഹെഡ്ലൈറ്റ് തകർന്നിട്ടുണ്ട്. ഡ്രൈവറിന്റെ സീറ്റിന്റെ സമീപത്തുണ്ടായിരുന്ന ഗ്ലാസ് ചില്ലുകൾ തകർന്നു. ഇതിന്റെ ബോണറ്റ് ഇരുമ്പ് കമ്പി കൊണ്ട് അടിച്ച് അത് ചളുങ്ങിയ ഒരു നിലയിലുമാണ്. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതിനേക്കാൾ കൂടുതൽ സീറ്റിൽ മത്സരിക്കാൻ കോൺഗ്രസിൽ ധാരണ. അധികം വന്ന 9 സീറ്റുകൾ ആനുപാതികമായി വീതിക്കണമെന്ന ഘടകകക്ഷിയുടെ അവകാശം അംഗീകരിച്ചില്ല. രണ്ടാം ഘടകകക്ഷിയായ ലീഗ് കൂടുതൽ സീറ്റ് വേണ്ടെന്ന നിലപാട് എടുത്തതോടെയാണ് മറ്റ് ഘടകകക്ഷികൾക്ക് കൂടുതൽ പരിഗണന നൽകേണ്ടെന്ന തീരുമാനം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 82 സീറ്റിലാണ് കോൺഗ്രസ് മത്സരിച്ചത്. ഇതിനുശേഷം 4 സീറ്റുള്ള JSSഉം 2 സീറ്റുള്ള CMPയിലെ ഒരു വിഭാഗവും 2 സീറ്റുള്ള ബാലകൃഷ്ണപിള്ളയും മുന്നണി വിട്ടു. ഒഴിവ് വന്ന ഈ 9 സീറ്റുകളിൽ 1 UDFിനൊപ്പമുള്ള CMPക്ക് നൽകിയതിനു ശേഷം ബാക്കി 8 സീറ്റുകൾ ആനുപാതികമായി വീതിക്കണമെന്നായിരുന്നു ഘടകകക്ഷികളുടെ ആവശ്യം. ഇത് അംഗീകരിക്കേണ്ടെന്നും പരമാവധി സീറ്റുകൾ കൈവശം വെക്കാനുമാണ് കോൺഗ്രസിലെ ധാരണ. കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കുമെന്ന് PP തങ്കച്ചൻ സ്ഥിരീകരിച്ചു. അതൊക്കെ ചർച്ചകളിൽ കൂടി വരും. ഒട്ടും താഴോട്ട് പോവില്ല, അല്പം മുകളിലേക്കായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഈ വരുന്ന സീറ്റുകൾ ഉണ്ടല്ലോ, കുറേ ഒഴിവ് വരുന്ന സീറ്റുകളുണ്ടല്ലോ. ഇപ്പോൾ CMPയുടെ കുറേ സീറ്റ് ഒഴിവ് വരും. JSSൻ്റെ സീറ്റുകൾ പൂർണ്ണമായിട്ട് ഒഴിവ് വന്നു. പിള്ളയുടെ 2 സീറ്റുകളും പൂർണ്ണമായിട്ട് ഒഴിവ് വന്നു. അപ്പോൾ അത് അങ്ങനെ കുറേ സീറ്റുകൾ ഒഴിവ് വരുന്നുണ്ട്. മുന്നണിയിലെ രണ്ടാം കക്ഷിയായ ലീഗ് തിരുവമ്പാടി സീറ്റിൽ സ്വമേധയാ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിലും കോൺഗ്രസിൽ അതൃപ്തിയുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പ്രാഥമിക പട്ടിക ഇന്ന് AICCക്ക് കൈമാറും. ചില നിയോജക മണ്ഡലങ്ങളിൽ 6ലധികം പേർ പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട്. സിറ്റിംഗ് MLAമാർക്ക് പുറമെ നിരവധി പേർ ഓരോ മണ്ഡലത്തിലും സ്ഥാനാർത്ഥികളായി ഉൾപ്പെട്ടിരിക്കുന്നു. MLAമാർ, മന്ത്രിമാർ എന്നിവരുടെ കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് തന്നെ അന്തിമ തീരുമാനമെടുക്കണമെന്നും പട്ടികയ്ക്ക് ഒപ്പം നിൽക്കുന്ന റിപ്പോർട്ടിൽ KPCC വ്യക്തമാക്കുന്നു. ഇന്ന് ഉച്ചയോടെയാകും പ്രാഥമിക സാധ്യതാ പട്ടിക ഹൈക്കമാൻഡിന് കൈമാറുക. കലാഭവൻ മണിക്ക് ഗുരുതര കരൾ രോഗം ബാധിച്ചിരുന്നതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ശരീരത്തിൽ കണ്ടെത്തിയ രാസവസ്തുക്കൾ കരൾ രോഗത്തിനുള്ള മരുന്നുകൾ വഴിയാണ് എത്തിയതെന്നാണ് പ്രാഥമിക നിഗമനം. ശാസ്ത്രീയ പരിശോധനയ്ക്കായി ആന്തരിക അവയവങ്ങൾ ഫോറൻസിക് ലാബിൽ അയച്ചു. മണിയെ അബോധാവസ്ഥയിൽ കണ്ടെത്തിയ ഔട്ട് ഹൗസിൽ അസ്വാഭാവികമായൊന്നും കണ്ടെത്താനായില്ലെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി. രോഗം മൂർച്ഛിച്ച കലാഭവൻ മണിയുടെ കരളുകൾക്ക് ഗുരുതര തകരാർ സംഭവിച്ചുവെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക നിഗമനം. മണിയുടെ ശരീരത്തിൽ മെഥനോൾ എത്തിയിരുന്നോ എന്ന കാര്യം പ്രാഥമിക ഘട്ടത്തിൽ വ്യക്തമായില്ല. ഇക്കാര്യം സ്ഥിരീകരിക്കാൻ ആന്തരിക അവയവങ്ങൾ കാക്കനാട്ടെ ഫോറൻസിക് ലാബിലേക്ക് അയച്ചു. 2 ദിവസത്തിനകം ഇതിന്റെ പരിശോധനാ റിപ്പോർട്ട് ലഭ്യമാകും. ഫോറൻസിക് പരിശോധനയിൽ മെഥനോളിന്റെ സാന്നിധ്യം സ്ഥിരീകരിക്കുകയോ നിരാകരിക്കുകയോ ചെയ്യുന്നതുവരെ മരണകാരണത്തിലെ ദുരൂഹതകൾ തുടരും. മെഥനോൾ കണ്ടെത്തിയാൽ അത് ശരീരത്തിൽ എത്താൻ ഇടയായ കാരണങ്ങളിലേക്കാവും അന്വേഷണം നീളുക. ശരീരത്തിൽ കണ്ടെത്തിയ മറ്റ് രാസവസ്തുക്കൾ മണി കഴിച്ചിരുന്ന മരുന്നുകൾ വഴി എത്തിയതാണ് എന്നാണ് പ്രാഥമിക നിഗമനം.
അസ്വാഭാവിക മരണത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത പോലീസ് മണിയെ അബോധാവസ്ഥയിൽ കണ്ടെത്തിയ ഔട്ട് ഹൌസിൽ പരിശോധന നടത്തി. തെരച്ചിലിൽ അസ്വാഭാവിക വസ്തുക്കൾ കണ്ടെത്താനായില്ല. കലാഭവൻ മണിയുമായി അവസാന ദിവസങ്ങളിൽ സംസാരിച്ചവരിൽ നിന്ന് ചാലക്കുടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ അന്വേഷണ സംഘം മൊഴിയെടുത്തു. സിനിമാ താരം ജാഫർ ഇടുക്കി, ജോബി, ഡോക്ടർ സുമേഷ്, വിപിൻ എന്നിവരിൽ നിന്നാണ് മൊഴിയെടുത്തത്. ഫോറൻസിക് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കേസിന്റെ തുടരന്വേഷണം. കൊച്ചി ബ്യൂറോയ്ക്കൊപ്പം ന്യൂസ് ബ്യൂറോ, തൃശൂർ. മമ്മൂട്ടിയും സലീംകുമാറും കലാഭവൻ മണിക്ക് അക്ഷരങ്ങൾ കൊണ്ട് ആദരമർപ്പിച്ചു. ഫേസ്ബുക്കിലൂടെ ഇരുവരും മണിയോടൊപ്പമുള്ള വികാരനിർഭരമായ അനുഭവങ്ങൾ പങ്കുവച്ചത് ആരുടെയും കണ്ണു നനയിപ്പിക്കും. പ്രിയ കൂട്ടുകാരന്റെ ഓർമ്മകൾക്ക് മുന്നിൽ അക്ഷരങ്ങൾ കൊണ്ട് ആദരവ് തീർക്കുകയാണ് മലയാളത്തിന്റെ കലാലോകം. മഹാനടൻ മമ്മൂട്ടിയും പ്രിയ കലാകാരൻ സലീംകുമാറും ഫേസ്ബുക്കിൽ കുറിച്ച വാക്കുകൾ ആരുടെയും ഉള്ളുലയ്ക്കും. സഹപ്രവർത്തകനപ്പുറം സഹോദരനെ നഷ്ടപ്പെട്ട ജ്യേഷ്ഠന്റെ ദുഃഖമാണ് മമ്മൂട്ടിയുടെ വാക്കുകളിൽ കുത്തിനോവിക്കുന്നത്. ലൊക്കേഷനിലേക്ക് മാങ്കോസ്റ്റിൻ പഴങ്ങളുമായി എത്താൻ മണി ഇനിയില്ല എന്ന യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെടാൻ മമ്മൂട്ടിയും ബുദ്ധിമുട്ടുന്നു. തന്റെ വീട് സ്വന്തം വീടായി കണ്ട, തെറ്റ് ചെയ്താൽ തലകുനിച്ച് മിണ്ടാതെ നിൽക്കുന്ന പ്രിയപ്പെട്ട അനുജനെ മമ്മൂട്ടി അക്ഷരങ്ങളിലൂടെ ഓർത്തെടുക്കുന്നു. ആദ്യമായി മണി തമിഴ് സിനിമയിൽ അഭിനയിച്ചതും ലൊക്കേഷനിലെ ആഘോഷ കാഴ്ചകളും മമ്മൂട്ടി ഓർക്കുന്നു. മണിയോടുള്ള ആദരസൂചകമായി ഞങ്ങൾ സംപ്രേഷണം ചെയ്ത JB ജംഗ്ഷൻ പ്രത്യേക പതിപ്പ് കണ്ടതിനെക്കുറിച്ച് പറഞ്ഞാണ് സലീംകുമാർ ഫേസ്ബുക്ക് പോസ്റ്റ് ആരംഭിക്കുന്നത്. അഭിമുഖത്തിൽ ജോൺ ബ്രിട്ടാസിനോട് മണി പറയുന്നുണ്ട്, മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പാട്ടുകൾ പാടി അഭിനയിച്ചത് താനായിരിക്കുമെന്ന്. പക്ഷേ അത് തന്റെ മരണശേഷം മാത്രമേ അംഗീകരിക്കപ്പെടുകയുള്ളൂ എന്നും. മലയാള സിനിമയിൽ ഒരു പക്ഷേ ഞാൻ മരിക്കുമ്പോഴായിരിക്കും ഒരു ചാനലിലൊക്കെ ഏറ്റവും കൂടുതൽ റിപ്പോർട്ടുകൾ വരാം. എത്രയോ ഗാനങ്ങൾ അഭിനയിച്ചു, എത്രയോ സ്വന്തമായിട്ട് സ്വന്തം ശബ്ദത്തിൽ പാടി അഭിനയിച്ച ഏക നടൻ എന്ന് പറയുന്നത് കലാഭവൻ മണിയാന്ന് പറയാം. എന്താ പറയാ, മണീനെ ഇനിയും ഞങ്ങൾക്ക് വേണം. ഒന്നുകൊണ്ടും മനസ്സ് വിഷമിക്കരുത്, മണിയുടെ കൂടെ ഞങ്ങൾ ഉണ്ട്. മണി കലാകാരനെ അംഗീകരിക്കാൻ മരണം അനിവാര്യതയായി മാറുന്ന സന്ദർഭം. മണിയുടെ വാക്കുകൾ അറം പറ്റുകയായിരുന്നോ എന്ന് സലീംകുമാർ ചോദിക്കുന്നു. കലാഭവനിലെ പഴയ കാലവും മണിയുടെ ജീവിതവും മരിക്കാത്ത ഓർമ്മകളായി സലീംകുമാറിന്റെ അക്ഷരങ്ങളിൽ പുനർജനിക്കുന്നു. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ എന്ന മണിയുടെ വരികൾ കുറിച്ചുകൊണ്ടാണ് സലീംകുമാർ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക്. മണിക്ക് സാമ്പത്തിക പ്രശ്നങ്ങളോ കുടുംബ പ്രശ്നങ്ങളോ ഇല്ലായിരുന്നുവെന്ന് നടനും സുഹൃത്തുമായ ജാഫർ ഇടുക്കി. താൻ കാണുമ്പോൾ മണി പൂർണ്ണ ആരോഗ്യവനായിരുന്നുവെന്നും ജാഫർ ഇടുക്കി പീപ്പിളിനോട് പറഞ്ഞു. ഭയങ്കര ചിരിക്കാൻ പറ്റിയ കുറേ കഥകളും ഒക്കെ പറഞ്ഞ് കുറേ പാട്ടൊക്കെ പാടിയിട്ട് ഞങ്ങൾക്ക് പൊള്ളിക്കും. അങ്ങനെ നല്ല രസമായിട്ട് ഇങ്ങനെ പറയാം. അപ്പം ഞങ്ങൾക്ക് ഈ പറയാൻ വന്ന കാര്യങ്ങൾ ഇങ്ങനെ പറയണം പുള്ളിയോട്. അപ്പം ഞാൻ ഇടയ്ക്ക് പറയുന്നുണ്ട്, അതെ ഞങ്ങൾക്ക് പോകണം എന്ന്. ഞാൻ ഈ നിർബന്ധം പിടിച്ചതാണ് പുള്ളി അവിടെ വെച്ച് പറഞ്ഞത്. അതായത് രാത്രി പോകാൻ നേരത്ത് എന്താ പോകാത്തെ, അയ്യോ പള്ളിയിലച്ഛനായിട്ട് അഭിനയിക്കണല്ലേ, 10-11 മണിയായാലേ പൊയ്ക്കേ എന്ന് പറഞ്ഞതിൻ്റെ കാര്യം ഞാൻ ധൃതി വെച്ചത് ആദ്യം. ഭായി ഒരു കാര്യം പറയാൻ വന്നാൽ പോകണം, ഇവർക്കെല്ലാം അകലത്തിൽ പോകാനുള്ള എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അതിന് പുള്ളി അവിടെ ഇരിക്കട്ടെ എന്നിങ്ങനെ കാണാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് അതിനകത്ത് ഇതെന്നതാ എങ്ങനെയാ എന്താ ഒന്നും അറിയില്ല. എന്താണ്